إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم وأنذر عشيرتك الأقربين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോട് ആദ്യമായും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിപൂർണാർത്ഥത്തിൽ സൂക്ഷിച്ച് ജീവിതം ക്രമപ്പെടുത്തി ഈമാൻ കിട്ടി മരിച്ച് സ്വർഗത്തിൽ ആദ്യാവസരത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിച്ച ഒന്നാണ് കുടുംബബന്ധം ചേർക്കുക എന്നത്. ഒരു വേള നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും നിരന്തരമായി കൊണ്ട് കേൾക്കുന്ന ഒരു വചനമായിരിക്കും വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ റഹ്മാനായ റബ്ബ് പറഞ്ഞതാണ് വൽ അർഹാം, കുടുംബ ബന്ധത്തെയും എന്നാണ്. യഥാർത്ഥത്തിൽ ആ ഒരൊറ്റ ആയത്ത് മതി കുടുംബബന്ധം ചേർക്കേണ്ടതിന്റെ പ്രസക്തിയും മഹത്വവും പ്രാധാന്യവും നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടാൻ. സുഹൃത്തുക്കളെ, ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ ആ കുടുംബ ബന്ധം എന്ന് പറയുമ്പോൾ അതിന്റെ പരിധിയിൽപ്പെടുക? ഒന്ന്, ഉമ്മ വഴിക്കുള്ള ബന്ധങ്ങളാണ്. അതേപോലെ തന്നെ ഉപ്പ വഴിക്കുള്ള കുടുംബക്കാരും മറ്റൊക്കെ അതിൽ വരും. അതേപോലെ തന്നെ വിവാഹത്തിലൂടെ നമുക്ക് കിട്ടിയ ബന്ധങ്ങളെല്ലാം കുടുംബബന്ധം എന്നതിന്റെ ഒരു ചുറ്റളവിലാണ് പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവയെല്ലാം പൊന്നുപോലെ കൊണ്ടു നടക്കണമെന്നാണ് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ വിശ്വാസിക്കും നൽകുന്ന ഉപദേശം എന്ന് നമുക്ക് കാണാൻ കഴിയും. പരലോകത്തെക്കുറിച്ചുള്ള ശരിക്കുള്ള ബോധം ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇന്ന് കണ്ണടച്ചാൽ അതോടുകൂടെ തുറക്കാനിരിക്കുന്ന യഥാർത്ഥ ലോകമായ പരലോകത്ത് വിജയിക്കണമെന്ന് ആരുടെയെങ്കിലും ഉള്ളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞത്
മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, പരലോകത്തെ കുറിച്ച് നല്ല വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞവരെ ഫൽയസിൽ റഹിമഹു എന്നാണ്. അവനക്ക് റഹ്മാനായ റബ്ബ് കൊടുത്ത കുടുംബ ബന്ധമുണ്ടല്ലോ, അത് പൊന്നുപോലെ കൊണ്ടു നടന്നോളിന്നാണ്. ആ ബന്ധം അത് ചേർത്ത് മുന്നോട്ട് പോട്ടെ എന്നാണ്. സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പരലോകത്ത് രക്ഷപ്പെടാനാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനത്തോടുകൂടിയുള്ളൊരു സ്വർഗപ്രവേശനമാണ്, അല്ലെ? സമാധാനത്തോടുകൂടെ സ്വർഗപ്രവേശനം ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരാൾ ഇന്ന് ഖുത്ബ കേൾക്കുന്നുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരമെങ്കിൽ അതെങ്ങനെയാണ് കഴിയുക? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ശുസ്സലാം, നിങ്ങൾ സലാമിനെ ധാരാളമായി കൊണ്ട് വ്യാപിപ്പിച്ചോന്നാണ്. സ്വർഗത്തിലേക്ക് കടക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാണ്, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിന് വ്യാപിപ്പിക്കണം, നിങ്ങൾ ഭക്ഷിപ്പിക്കണം, അത് ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഭക്ഷണം നൽകണം. പിന്നെ പറഞ്ഞു അല്ലാഹു റസൂൽ, വസ്സിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ മനോഹരമായി ചേർത്ത് കൊണ്ടുപോകണം. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, കഴിയുമോ നിങ്ങൾക്ക് ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രി ഒരു അല്പസമയം എണീറ്റ് നിസ്കരിക്കാൻ കഴിയുമോ? തദ്ഖുലുൽ ജന്നത ബിസ്സലാം, എങ്കിൽ ഈ ക്വാളിറ്റികളെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് സലാമോടുകൂടെ സുരക്ഷിതമായി സമാധാനത്തോടുകൂടെ ആ സ്വർഗ കവാടത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവിടെ അടിവരിയിട്ട് പറഞ്ഞ കാര്യമാണ് ബന്ധങ്ങളെ കൊണ്ട് നടക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മളൊക്കെ മരിക്കുന്നത് വരേക്കും നല്ല നിലക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്, അല്ലെ? ഉപജീവന മാർഗം നല്ല നിലക്കൊക്കെ കിട്ടണം എന്നാണ്. എന്താ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ? ഉപജീവന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു ജോലി മാത്രമല്ലല്ലോ, സമ്പത്ത് മാത്രമാണോ? ഓരോ മാസം കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്ന ശമ്പളത്തെ കുറിച്ച് മാത്രമാണോ? അല്ല. ഒരു മനുഷ്യർക്ക് നല്ല നിലയ്ക്ക് ജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതെല്ലാം ഉപജീവന മാർഗത്തിൽ പെട്ടു എന്നാണ്. അത് കുടിസായി കിട്ടണം നമ്മൾ ആഗ്രഹിക്കും. അത് വിശാലമാകണം എന്നല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു റസൂൽ പറയാണ്, മൻ അഹബ്ബ അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ആർക്കെങ്കിലും ഉപജീവന മാർഗം വിശാലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവൻ ഇഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ, വയുൻസഉ ലഹു ഫീ അസ്രിഹി, അവനിവിടെ ജീവിച്ചു എന്നതിന്റെ ഒരു അടയാളം ബാക്കി വെക്കാൻ, ജീവിതം നല്ല നിലക്ക് നന്മയിൽ തുന്നിച്ചേർക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവിടെയും പരിഹാരമായി കൊണ്ട് പറഞ്ഞ എന്താണെന്നറിയോ? കുടുംബ ബന്ധത്തെ ചേർത്തി മുന്നോട്ട് പോകട്ടെ എന്നാണ്. ആ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, എന്താണ് അവനക്ക് എന്തൊക്കെ ലഭിക്കുന്നതാണോ? അസ്സിയാദത്തു ബിൽ ബറകത്തു ഫീ, എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആയുസ്സിൽ ബർക്കത്ത് കൊടുക്കുന്നതാണ്. കുറച്ചു കാലത്തേക്ക് ഒരു പക്ഷെ ജീവിച്ചിട്ടുണ്ട്, പക്ഷെ ഒരുപാട് ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കുന്നതാണ്. അവന്റെ ശമ്പളത്തിൽ ബർക്കത്തുണ്ടാവും, അവന്റെ ഇണകളിൽ ബർക്കത്തുണ്ടാവും, അവന്റെ മക്കളിൽ ബർക്കത്തുണ്ടാവും. ബർക്കത്ത് ആഗ്രഹിക്കുന്നതിലെല്ലാറ്റിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി ബർക്കത്ത് കൊടുക്കുന്നതാണ്. പിന്നെ പറഞ്ഞു, വത്തൗഫീഖു ലിത്വാഅ, നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് കിട്ടുന്നതാണ്. സഹോദരങ്ങളെ, അറിഞ്ഞു നമ്മൾ പല കാര്യങ്ങളും, നമുക്കറിയാം പല കാര്യങ്ങളും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഒക്കെ അറിയാം. ഖുതുബകളിലൂടെ നമ്മൾ കേട്ടു, ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു, ഇൽമ് നമുക്കുണ്ട്, പക്ഷെ അമൽ എത്രത്തോളം ഉണ്ട് അതെന്താണെന്നറിയാം നിങ്ങളെ? തൗഫീഖ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. പക്ഷെ ഇവിടെ പറയാണ്, കുടുംബ ബന്ധം നല്ല നിലക്ക് കൊണ്ടുനടക്കുന്ന ആളുകൾക്ക് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കുന്നതാണ്. പിന്നെ പറഞ്ഞു, വഇമാറത്തു ഔഖാതിഹി ബിമാ യൻഫഉ ഫിൽ ആഖിറ, പരലോകത്തേക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ അവന്റെ സമയത്ത് അവനക്ക് ക്രമീകരിക്കാൻ കഴിയുന്നതാണ്. അവന്റെ ഒരു സമയം വെറുതെ പോകില്ല, അവന്റെ ഒരു സമയം വെറുതെ പോകില്ല. ഒരു ദിവസം അവനിലൊന്നും കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതവനക്ക് പരലോകത്തേക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന രൂപത്തിൽ അവന്റെ ആയുസ്സിന് ഉപയോഗപ്പെടുത്താനുള്ള ഒരു തൗഫീഖ് റഹ്മാനായ റബ്ബ് കൊടുക്കും. മറ്റൊന്നിലും നഷ്ടപ്പെടുത്തി കളയുന്നതിനും അവന്റെ സമയത്തെയും എല്ലാറ്റിനെയും അവനക്ക് അള്ളാഹു സംരക്ഷിച്ചു കൊടുക്കുന്നതാണ്. ഇത്രയും റിസൾട്ടുകൾ കിട്ടുന്ന ഒരു ഏർപ്പാടാണ് എന്ത്? കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിച്ചെന്താണെന്നറിയോ? ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്നതാണ്. പകരത്തിന് പകരമാണ് ചില ആളുകളൊക്കെ കുടുംബബന്ധം ചേർത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ അല്ല എന്നാണ്. അവൻ കുടുംബബന്ധം ചേർക്കുന്നവനല്ല. ലൈസൽ വാസിൽ ബിൽ മുകാഫി, ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ടും പോകും. ഓൻ കല്യാണം പറഞ്ഞാൽ എന്റെ കുട്ടിന്റെ കല്യാണം ഞാൻ പറയും. ഞാൻ രോഗിയാകുമ്പോൾ അവൻ സന്ദർശിച്ചിട്ടുണ്ടോ, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കൊടുക്കും. അവൻ രോഗിയെ ഞാൻ സന്ദർശിക്കും. ഇല്ലേ, അതില്ല എന്നാണ്. സഹോദരങ്ങളെ, പകരത്തിന് പകരം പിന്നെ കുടുംബബന്ധം ചേർക്കുന്നവനെ കുറിച്ചല്ല അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ട കാര്യങ്ങൾ. അതിലൊന്നും ത്യാഗമല്ല. ത്യാഗം എപ്പോഴുണ്ടാകുക? നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എങ്കിലും അവനക്ക് എന്തെങ്കിലും വിഷയം വരുമ്പോൾ നമ്മൾ ആ ബന്ധം ചേർത്ത് കൊടുക്കുന്നതിലാണ് ത്യാഗം. ത്യാഗത്തിന്റെ റിസൾട്ടാണ് സ്വർഗം.
ത്യാഗത്തിന്റെ റിസൾട്ടാണ് സുഹൃത്തുക്കളെ സ്വർഗം. അതുകൊണ്ട് പിശാച് സമ്മതിക്കൂല. പിശാച് നല്ല ചെയ്യാൻ നമ്മളെ സമ്മതിക്കൂ? എന്താ പറയാറിയോ, നിനക്കെന്തിന്റെ കുഴപ്പമെന്നാണ്. ഈയല്ല മൂത്താണ്, അവൻ ഇങ്ങോട്ട് വരണ്ടേന്ന് പറയാം. അവൻ ഇങ്ങോട്ട് വരട്ടെ, നിനക്കെന്തിന്റെ കുറവാ? അവൻ ഇങ്ങോട്ട് വരട്ടെ, നിന്നെയല്ല പരിഗണിക്കേണ്ടത് എന്നൊക്കെയുള്ള പല നിലക്കുള്ള ഈഗോ മെന്റാലിറ്റി നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബന്ധം കൂട്ടിയിണക്കാൻ പോകുന്ന മനസ്സിൽ നിന്നും പിശാച് നമ്മളെ പിറകോട്ടടിപ്പിക്കുമെന്ന ധാരണ നമുക്കുണ്ടാകേണ്ടതുണ്ട്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പരാതി പറയാൻ ഒരു മനുഷ്യൻ വന്നിട്ട്, അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് ഇന്നലി ഖറാബ. അദ്ദേഹത്തിന് പരാതി എന്താണ്? എനിക്ക് കുടുംബക്കാരുണ്ട്, എനിക്ക് കുറെ കുടുംബക്കാരുണ്ട്. അസ്സിലുഹും, ഞാൻ അവരോട് ഇങ്ങോട്ട് പറഞ്ഞ പോലെ എന്താക്കും, ബന്ധം ഇങ്ങനെ ചേർക്കും. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ അവരെന്താ ചെയ്യാന്നറിയോ? വയഖ്തഊനി, അവർ എന്നോടുള്ള ബന്ധം ഇങ്ങനെ വിച്ഛേദിക്കും. എന്നെ മൈൻഡാക്കൂല എന്നാണ്. ഞാൻ പോയി പറഞ്ഞാൽ എന്നെ പരിഗണിക്കൂല. വഅഹ്സിനു ഇലൈഹിം, ഞാൻ അവർക്ക് പരമാവധി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകളൊക്കെ ചെയ്തു കൊടുക്കും. സാമ്പത്തികപരമായിട്ടും ശാരീരികമായിക്കൊണ്ട് എല്ലാ നന്മകളും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ വയസൂന ഇലയ്യ, അവർ എനിക്കെപ്പോഴും ഉപദ്രവമേ വരുത്തുന്നുള്ളൂ എന്നാണ്. ആലോചിക്കുക, ഇതൊരു പരാതിയായിക്കൊണ്ട് പോവുകയാണ്. പിന്നെ പറഞ്ഞു വഅഹ്ലുമു അൻഹും, ഞാൻ അവരോട് വളരെ വിവേകത്തോടുകൂടെയാണ് പെരുമാറുക. റസൂലേ, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അവരോട് വിവേകത്തോടുകൂടെയാണ് പെരുമാറുക. പക്ഷെ അവരോ വയജ്ഹലൂന അലൈഹി, അവർ എന്നോട് അവിവേകത്തോടുകൂടെയാണ് പെരുമാറുക. എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എങ്ങനെയാണ് അവരോട് നിൽക്കുന്നത്, തീർത്തും എതിർ ദിശയിലാണ് അവർ എന്നോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, പിന്നെ ബന്ധം വെച്ച് പോലത്തെ നമ്മളെ പോലത്തെ ആളുകൾക്ക് കിട്ടും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ആ മനുഷ്യനോട്, ഇൻ കുൻത കമാ ഖുൽത, ഈ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ ഫകഅന്നമാ തുസ്തിഹിം അൽമല്ല വലാ യസാലു മഅക മിനല്ലാഹി ളഹീറും അലൈഹിം മാ ദുംത അലാ ദാലിക, നീ അവരുടെ വായിൽ ചാരമാണ് നിറക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ നിലക്ക് നീ എന്താക്കാണ് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കാണ് അവർ ചെയ്തതിന്റെ കുഴപ്പങ്ങൾ മുഴുവനും വരുന്നത്. നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് വേണ്ടി റഹ്മാനായ റബ്ബിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ, ഒരു സുരക്ഷിതത്വം, ഒരു സംരക്ഷണം അള്ളാഹു നിനക്ക് ഏർപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നീ തുടർന്നോ എന്നാണ്. അവര് നിനക്ക് റെസ്പെക്ട് നൽകുന്നില്ല എങ്കിൽ ഇനി വേണ്ട എന്നല്ല അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ, പ്രിയമുള്ളവരെ, ആ നിലയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് എന്ത് വില കൊടുത്തിട്ടും കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകേണ്ട ഒരു ബന്ധമാണ് കുടുംബബന്ധമെങ്കിൽ അത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ പ്രധാനമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്? അതിലെന്തു വേണമെന്നറിയോ? ആരോടൊക്കെയാണ് ബന്ധം ചേർക്കേണ്ടതെന്നുള്ള അറിവാണ്. ഇത് അതുപോലും ഇന്നത്തെ പലപ്പോഴും ആളുകൾക്ക് അറിയില്ല. എന്റെ ബന്ധുക്കളാരാന്ന് പോലും അറിയില്ല, അവരുടെ പേര് പോലും അറിയാത്ത അവസ്ഥയാണ്. വിശിഷ്യ ആധുനിക മക്കളെ. ഏതാണ് ആ പരമ്പര? ഉപ്പ വഴിക്കുള്ളവരൊക്കെ നമ്മൾ അറിയണം എന്നുള്ളതാണ്. ഉപ്പ വഴിക്ക് നമുക്ക് ആർക്കൊക്കെ ബന്ധമുണ്ടോ അവരെ കുറിച്ചൊക്കെ ധാരണ ഉണ്ടാണെന്നാണ്. അവർക്ക് മക്കളുണ്ടോ, അവരെ കുറിച്ച് നമ്മൾ അറിയണം. അവരുടെ പ്രയാസങ്ങളുണ്ടോ, കഴിവിന്റെ പരമാവധി അറിയാൻ നമുക്ക് കഴിയണം, അല്ലെ? ഉമ്മ വഴിക്കുള്ള ബന്ധം, ഉപ്പ വഴിക്കുള്ള ബന്ധം, വിവാഹത്തിലൂടെ നമുക്ക് കിട്ടിയ ബന്ധം, ഇവരെ കുറിച്ചൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ നിരന്തരം ഒരു ശ്രദ്ധ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെന്നില്ല. പലർക്കും അത് അറിയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തഅല്ലമൂ മിൻ അൻസാബികും മാ തസിലൂന ബിഹി അർഹമകും. നിങ്ങൾക്ക് കുടുംബം ചേർക്കണമെന്നുണ്ടെങ്കിൽ ആരോടൊക്കെയെന്ന് അറിയണ്ടേ? അതുകൊണ്ട് നിങ്ങൾ പരമ്പര പഠിക്കണമെന്നാണ്. ആ കണ്ണികളെ, കുടുംബത്തിലെ കണ്ണികളെ കുറിച്ച് കൃത്യമായ ധാരണ നിങ്ങൾ പഠിക്കണമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ നമ്മൾ കുടുംബം ചേർക്കുക എന്ന് പറയുമ്പോൾ ആരോടാണെന്നുള്ളത് എന്താക്കണം? നമ്മളൊരു ഫാമിലിന്റെ ഒരു സ്ട്രക്ചർ, അതിനെക്കുറിച്ചുള്ള ഒരു പ്ലാൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയും, രോഗിയായാൽ നമ്മൾ എന്താക്കുക? അവരെ സന്ദർശിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷെ ആ ഒരു കാര്യത്തിൽ വീഴ്ച വരുത്തരുത് സുഹൃത്തുക്കളെ. അവിടെ ഒക്കെ നമ്മൾ മാനദണ്ഡപ്പെടുത്തേണ്ട എന്താണ്? ഞാൻ രോഗിയായപ്പോൾ വന്നില്ല എന്നർത്ഥമില്ല. അതൊന്നും നമ്മൾ തിരിച്ചു ഒരു അടിസ്ഥാനം മനസ്സിലാക്കി വെച്ചോളിയും ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചെന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖിയാമത്ത് നാളോട് നമുക്കാർക്ക് നല്ല നിലക്ക് അള്ളാഹ് ആവശ്യപ്പെട്ട രൂപത്തിൽ ബന്ധം ചേർത്തിട്ട് പരലോകത്ത് വിജയം കൈവരിക്കാൻ കഴിയില്ല. ഇതൊക്കെ കേൾക്കണം നമ്മളാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പക്വത കാണിക്കുന്നത്. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റബ്ബിന്റെ കോളിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ പറഞ്ഞു, അവരുടെ സന്തോഷത്തിലും സന്താപത്തിലും കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ സന്തോഷത്തിലൊക്കെ കൂടെ നിൽക്കും, അവനക്കെന്തെങ്കിലും ഇടങ്ങറുണ്ടാകുമ്പോൾ തിരിഞ്ഞു നോക്കൂല. അവന് സാമ്പത്തികപരമായിക്കൊണ്ട് നല്ല പ്രയാസം, നമുക്കറിയാം, നമ്മുടെ കൈകളിൽ കൊടുക്കാനുള്ള സമ്പത്തൊക്കെ ഉണ്ടെന്നാലും കൊടുക്കൂല. അങ്ങനത്തെ ഒരു അവസ്ഥ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാകരുത് എന്നുള്ളതാണ്. പിന്നെന്താ അറിയും, വളരെ ഗൗരവത്തിൽ നമ്മൾ കുടുംബത്തിൽ കളിക്കേണ്ട ഒരു കളി എന്താ അറിയും? അകന്ന് നിൽക്കുന്ന ആളുകളുണ്ടാവും. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ ഉഷാറായിരിക്കും. നമ്മളെന്താ പറയാ,
ഞാനൊറ്റൊരു ബന്ധമല്ല, ഞാൻ വിളിച്ചാലും പോകും, ഇവിടെ വിളിച്ചാലൊക്കെ പോകും. പക്ഷെ അവര് തമ്മിൽ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ നോക്കി നിൽക്കുന്ന ഗാലറിയിലെ പിന്നെ എന്താ കാണികളായിക്കൂടെ നമ്മൾ നിൽക്കാൻ പാടില്ല. അവിടെ നമുക്ക് ചില ധർമ്മങ്ങളുണ്ട്. ആ കളിക്കളത്തിലേക്ക് നമ്മൾ ഇറങ്ങണം. എന്നിട്ട് അവരെ പരസ്പരം ചേർത്തു വെക്കാനും സുൽഹുണ്ടാക്കാൻ, രഞ്ജിപ്പുണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഒരു വിശ്വാസി എവിടെയും ഇണക്കമുണ്ടാക്കേണ്ടവനാണ്. കുടുംബത്തിൽ വിശിഷ്യ ആ ഒരു കാര്യം നമ്മൾ എന്താക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അകന്നു കഴിയുന്ന ആളുകളെ കൂട്ടി ഇണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം, കാര്യമായി കൊണ്ട് ഇടപെടണം എന്നുള്ളതാണ്. മറ്റൊന്ന്, കുടുംബത്തിലെ പാവപ്പെട്ട ആളുകളുണ്ടാവും, നാട്ടുകാരെ മൊത്തം സഹായിക്കുന്ന ആളായിരിക്കും. പക്ഷെ കുടുംബത്തിൽ അർഹതയുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ അർഹതയുണ്ടെങ്കിൽ നീ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് അവരെയാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ പല ആളുകളും അതിലേക്ക് പോകാത്ത? അതാരും അറിയില്ല, പുറത്തുകാരും അറിയില്ല. അപ്പൊ നമ്മുടെ നെയ്യത്തിന്റെ മാറാണ്. സഹോദരങ്ങളെ, നമ്മൾ ആ ചെലവാക്കുന്നത് കൊണ്ട് നമ്മൾ സ്വർഗമാണ് കൊതിച്ചതെങ്കിൽ, നാളെ അർശിന്റെ താലാണ് നമ്മൾ കൊതിച്ചതെങ്കിൽ, നമുക്ക് കുടുംബത്തിലെ പ്രയാസപ്പെടുന്നവരെ കണ്ടില്ലെന്നായിരിക്കും നമുക്ക് കഴിയില്ല. കുടുംബബന്ധം ചേർക്കേണ്ടത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്നത് പണ്ഡിതന്മാർ പറഞ്ഞു. കുടുംബത്തിൽ പ്രയാസപ്പെടുന്ന നിലാരംഭരായ ആളുകളുണ്ടോ, അവരെ ചേർത്ത് പിടിക്കാൻ കഴിയും. എന്താ മെച്ചം? അല്ലാഹു റസൂൽ പറഞ്ഞു, വസ്സദഖത്തു അലൽ മിസ്കീനി സ്വദഖ. ഒരു നോർമൽ ലെവലുള്ള സാധുവായ ഒരു മനുഷ്യർക്ക് നമ്മൾ സ്വതക്ക കൊടുത്തത് കേവലം സ്വതക്കയാണ്. എന്നാലോ വസ്സദഖത്തു അലാ ദിർ റഹിം, കുടുംബ ബന്ധമുള്ളവനക്കാണ് നമ്മൾ സ്വതക്ക കൊടുത്തതെങ്കിലോ ഇസ്നാനി, നിനക്ക് എന്തുണ്ട്? 2 പ്രതിഫലം ഉണ്ടെന്നാണ്. സ്വതക്കത്തുൻ വസീല. ഒന്ന് സ്വതക്ക കൊടുത്ത പ്രതിഫലമുണ്ട്, സ്വതക്കക്ക് എന്താണ് പ്രതിഫലം കിട്ടും. രണ്ടാമത്തതോ കുടുംബബന്ധം ചേർത്തു എന്നൊരു നന്മ ചെയ്തതിനുള്ള കൂലിയും കൂടെ എക്സ്ട്രാ നിനക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. 6ാമത്തെ ഒരു കാര്യം എന്താ പറയുക, ബന്ധം പുതുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇടക്കിടക്ക് നമ്മൾ ഗ്രഹസന്ദർശനം നടത്തേണ്ടി വരും. അതൊന്നും സുഹൃത്തുക്കളെ വെറുതെ ഉണ്ടാവൂല. അത് പ്ലാൻ ചെയ്യണം. നമ്മളെ കുട്ടികളൊക്കെ വളർന്നു വരുന്ന തലമുറയെ നമ്മളത് പഠിപ്പിക്കണം. നമ്മുടെ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് സമയം ഉണ്ടാവുമോ? നമ്മളെപ്പോഴും പറയാം, എനിക്ക് അവിടെ തിരക്കാണ്, ഇവിടെ തിരക്കാണ്. എന്നപ്പോ ഈ തിരക്ക് തീരുക മരിക്കുമ്പോഴോ? എന്നിട്ടിപ്പോ എന്താ സുഹൃത്തുക്കളെ കാര്യം? അതുകൊണ്ട് ഇതൊക്കെ അത്രയും വളരെ കൃത്യമായിക്കൊണ്ട് വിശ്വാസി കൊണ്ടു നടക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് എന്താ അറിയോ, ചിലപ്പോ ഒരു കൊല്ലത്തിൽ ഒരു തവണ കണ്ടാൽ മതിയാവും, അങ്ങനെ കാണേണ്ടവർ അങ്ങനെ കണ്ടാൽ മതി. ഇനി നേരിട്ട് പോയി കാണാൻ നമുക്ക് വകുപ്പില്ലേ? അതിനെന്തെല്ലാം മാർഗങ്ങളുണ്ട് സുഹൃത്തുക്കളെ. അവർക്ക് വിളിക്കുക, ഒരു 30 സെക്കൻഡിന് വോയിസ് ഇട്ടാൽ മതിയാകും. ആ രംഗത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആരാന്നറിയോ? നിങ്ങൾ കുടുംബത്തിലെ പ്രവാസികളായ ആളുകളുണ്ടാവും. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിക്കും, അവർക്ക് പ്രവാസികളായ ആളുകൾക്ക് എല്ലാവരെയും നഷ്ടമല്ലേ? കുടുംബത്തിൽ ഒരാളെ കാണുന്നില്ലല്ലോ, ഉണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളാണ് പുറത്തു പോയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള കുടുംബക്കാരൊക്കെ ഉള്ളിലാണ്, അദ്ദേഹമാണ് പുറത്ത്. പല നാട്ടുകാരെന്താ ചിന്തിക്കാരോ, ഓൻ അവിടെ പോയിട്ട് നമ്മളെ വിളിച്ചില്ലല്ലോ എന്നാണ് അല്ലെ? സാധാരണ ഇതിലതാ പറയാ, പ്രവാസികളായ ആളുകൾ നമ്മളെ വിളിച്ചില്ലല്ലോ എന്നാ പറയാ. സുഹൃത്തുക്കളെ, എങ്ങനെ നമുക്ക് കഴിയാതെ പറയാൻ? ഇന്നിപ്പോ സൗകര്യങ്ങളില്ലേ അല്ലെ? അവൻ എന്തെല്ലാം പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്, അവന്റെ ഫാമിലി ഒക്കെ പ്രശ്നത്തിലായിരിക്കും ഉണ്ടാകുക. അതൊക്കെ ഒന്ന് കരക്കടുപ്പിക്കാനായിരിക്കും ഇതൊക്കെ വിട്ടിട്ട് ആ സാധു പറഞ്ഞിട്ടുണ്ടാവുക. എന്നിട്ട് അവൻ അവിടെ പണിയെടുക്കുമ്പോഴും നമ്മൾ ഇങ്ങോട്ട് ബന്ധപ്പെട്ടില്ലോ എന്നുള്ള പറച്ചില്, അത് എത്ര വലിയ ദ്രോഹമാണ്. അതുകൊണ്ട് എന്താ അറിയോ, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ഒരു സമയം ഉണ്ടാക്കിയാൽ, ഒരു പ്ലാനിങ് ഉണ്ടായാൽ, ഒരു നല്ല നെയ്യത്തുണ്ടായാൽ ഇതിനൊക്കെ സമയം കിട്ടും. ഒക്കെ സമയം വാട്സപ്പ് ഒന്ന് തുറന്നിട്ട് ആളൊന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് വോയിസ്, എന്തൊക്കെ വർത്താനം, ഉഷാറല്ലേ, പണിക്കല്ലേ, തുരക്കല്ലേ എന്ന് വെറുതെ ചോദിച്ചു നോക്കിയേക്കും. അത് അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു സ്നേഹത്രയെന്നറിയും. ആരും സുഹൃത്തുക്കളെ അങ്ങനെ ചെയ്യൂല. നമ്മളൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കേണ്ടതെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ള 7ാമത്തെ കാര്യം. നന്മ കൽപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുടുംബത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സുഖിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും സുഹൃത്തുക്കളെ. ഇന്ന് പല കുടുംബ സംഗമങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? കുടുംബസംഗമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് എന്താ, എല്ലാവരും ഇങ്ങനെ കളിയും ചിരിയും പാട്ടും വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചിലപ്പോൾ ഏറ്റവും വലിയൊരാളെ കൊണ്ടുവന്ന് കണ്ടെന്താക്കും, സുഖിപ്പിക്കണ വർത്താനൊക്കെ പറയും. ആ കുടുംബത്തിൽ പല ആളുകളും തൗഹീദില്ലാത്ത ആളുകളായിരിക്കും, പക്കാ ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. ഈ കൂടിയിരുന്നത് പോലെ സ്വർഗത്തിലും കൂടിയിരിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, അവിടെ തടസ്സം തൗഹീദില്ലായ്മയാണ്, ശിർക്കാണ്, ഖുറാഫാത്താണ്. അതുകൊണ്ട് അവർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഗുണകാംക്ഷയോടുകൂടെ അത്തരം വിഷയങ്ങളും പറയണം. ആദ്യത്തെ കുടുംബസംഘം നടത്തിയ ആളാരാ? മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅൻദിർ അശീറതകൽ അഖ്റബീൻ. അല്ലാഹുവിന്റെ ആദ്യത്തെ ഓർഡർ അതാണ്. നിന്റെ അടുത്തുള്ള ആളുകളെ നീ വിളിച്ചു കൂട്ടണം, കുടുംബക്കാരെ നീ വിളിച്ചു കൂട്ടണം, അവർക്ക് നീ താക്കീത് നൽകണം എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുവരെ കണ്ണിലുണ്ണിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യമായി കൊണ്ട് ശാപത്തിന്റെ വാക്കുകൾ കേട്ടത് കുടുംബത്തിൽ നിന്നായിരുന്നു. തബ്ബല്ലക യാ മുഹമ്മദ് എന്ന് പറഞ്ഞു. മുഹമ്മദ് നിനക്ക് നാശം.
അബൂലഹബിന്റെ വാക്കാണ് അല്ലേ? സഹോദരങ്ങളെ, നന്മ പറയുമ്പോഴേ, തൗഹീദ് പറയുമ്പോഴേ ചിലപ്പോഴൊക്കെ ഒരു മുഖം കറുപ്പൊക്കെ കാണേണ്ടി വരും. ചിലപ്പോ നമ്മളൊക്കെ പല പ്രയാസങ്ങളൊക്കെ ഉണ്ടാകേണ്ടി വരും. അത് സത്യം പറഞ്ഞിടത്തൊക്കെ അങ്ങനെയാണ്. സത്യം പറഞ്ഞിടത്ത് ആരും നമ്മളെ പൂമാലിട്ട് സ്വീകരിച്ചോളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്താ അറിയോ, അവരത് ഏറ്റെടുത്തോ എന്നുള്ളതല്ല, അവരത് തിരുത്തിയോ എന്നുള്ളതല്ല, മാന്യമായിക്കൊണ്ട് പറഞ്ഞോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ഓഡിറ്റോറിയത്തിൽ വിളിച്ചുകൂടുന്ന കുടുംബസംഗമം സംഘടിപ്പിച്ചാൽ ഇത് തീരുമാനമാകുന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷെ അതിന് കഴിവുള്ളവർ അങ്ങനെയാകട്ടെ. അതല്ല എങ്കിൽ വ്യക്തിപരമായിക്കൊണ്ടുള്ള സംസാരങ്ങളിലൊക്കെ സുഹൃത്തുക്കളെ തൗഹീദ് കടന്നു വരണം. ഏറ്റവും വലിയ തെറ്റിനെ കുറിച്ച് മനോഹരമായിക്കൊണ്ട് സൂചിപ്പിക്കാൻ നമുക്ക് കഴിയണം. എന്നോട് ഒത്തരെ പറയാനുള്ളൂ, ഇതൊന്ന് കേൾക്കണം, ഈ സാനിയൊന്ന് അറിയണം. സംഗതി ശരിയാണ്, ഈ ഭയങ്കര തിരക്കൊക്കെയുള്ള മനുഷ്യനായിരിക്കും. ഒരു 10 മിനിറ്റ് കേട്ടിട്ട് ഒന്ന് കേൾക്കുകയെ അള്ളാഹിനെ കുറിച്ചൊന്ന് കേൾക്കാൻ പറ്റുമോ? സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞോ എന്നുള്ളിടത്താണ് ചർച്ച. അതും കൂടി ചെയ്യുമ്പോഴാണ് കുടുംബബന്ധം പൂർത്തിയാക്കിയവന്റെ ലിസ്റ്റിൽ നമ്മൾ പേര് വന്ന് റഹ്മാനായ റബ്ബ് നമ്മളോട് പൊന്നുപോലെ കൊണ്ടു നടക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളുടെ പൂർത്തീകരണമാവുകയുള്ളൂ. അതല്ലാതെ അവൻ ഐസിയുവിൽ കിടക്കുമ്പോൾ നമ്മൾ സഹായിച്ചത് കൊണ്ട് മാത്രം എന്തായില്ല, പരിപൂർണത വരൂല. അവൻ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, അതൊക്കെ മാനുഷിക സഹജമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ആളുകളെ നമ്മൾ അല്ലെ, കത്തിയാളുന്ന നരകത്തിലേക്ക് അവൻ പോകുന്നതിനെ കുറിച്ച് ഒരു ധാരണയുണ്ടാകേണ്ട സുഹൃത്തുക്കളെ നമുക്ക്. ആ ആദർശത്തിൽ ആ സുഹൃത്ത് മരിച്ചാൽ നമുക്കറിയാം അത് ശിർക്കൻ ആദർശമാണെങ്കിൽ ആ പോകുന്ന നരകത്തിലേക്കാണെന്നോ പൂർണ്ണമായ ബോധമുള്ള നമുക്ക് എങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ കഴിയുക? അതുകൊണ്ട് നിതാന്തമായൊരു ശ്രദ്ധ അവരുടെ വിശ്വാസ രംഗത്തും ഉണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. റഹ്മാനായ റബ്ബ് ആ നിലക്ക് കുടുംബബന്ധം കൂട്ടിയിണക്കി മുന്നോട്ട് പോകുവാനും ആ രംഗത്ത് വിജയം കൈവരിക്കുവാനും ഒക്കെയുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി هذا استغفر الله لي ولكم ولجميع المسلمين واستغفر من كل ذنب انه هو الغفور الرحيم. الحمد لله وحده വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കപ്പെട്ട കുടുംബബന്ധം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. എന്നാൽ ഈ നിലക്ക് ചേർക്കണമെന്ന് പറഞ്ഞ ബന്ധങ്ങളെ നാം കാരണം അത് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർക്കാൻ കുറച്ചധികം പ്രയാസമുണ്ട്, പക്ഷെ മുറിക്കാൻ വലിയ പ്രയാസമില്ല. ഈ നിലക്ക് അത് ചേർത്ത് കൊണ്ടുപോകാൻ കുറച്ച് റിസ്ക് ഉണ്ട്, കുറച്ച് പ്രയാസം, കുറച്ച് പ്ലാനിംഗ് ഒക്കെ ആവശ്യമുണ്ടാവും. പക്ഷെ മുറിക്കാൻ ഒരു എന്തില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു വാക്ക് മതിയാവും, ഒറ്റ വാക്ക് മതിയാകും, ഒരു നിലപാട് മതിയാകും, ഒരു ദേശപ്പുറത്ത് നമ്മുടെ തീരുമാനം മതിയാകും. സഹോദര, അതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്ന എന്താ അറിയുള്ളൂ? സ്വർഗ്ഗാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബബന്ധത്തെ ചേർത്തിയവനുക്കുള്ള ലാഭത്തെക്കുറിച്ച് മാത്രമല്ല സംസാരിച്ചത്, കുടുംബബന്ധത്തെക്കുറിച്ച് ഛിദ്രതയുണ്ടാക്കുന്ന എന്തെങ്കിലും സമീപനം നമ്മിൽ നിന്നും ഉണ്ടായാൽ അവൻക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾക്കെങ്കിലും സ്നേഹത്തിൽ കഴിയുന്ന ആളുകളെ തെറ്റിക്കുന്നൊരു ഹരമാണ്. സ്നേഹത്തിൽ കഴിയുന്ന ആളുകളെ തെറ്റിക്കുന്നൊരു ഹരമാണ് അല്ലെ? ഭാര്യയെയും ഭർത്താവിനും ഇടയിൽ കുശുകുശു പറഞ്ഞിങ്ങനെ രണ്ടറ്റത്തേക്ക് ആക്കുന്ന നോക്കിക്കാണാനൊരു ഹരമാണ്. നരകമാണ് സമ്പാദിക്കുന്നത്. സ്വർഗമാണ് നീ നഷ്ടപ്പെടുത്തുന്നത്. റഹ്മാനായ റബ്ബുമായിട്ടുള്ള ബന്ധമാണ് നീ നഷ്ടപ്പെടുത്തുന്നത്. സഹോദര, അതുകൊണ്ട് ദയവ് ചെയ്ത പിശാചിന്റെ കെണിയിൽ നമ്മൾ രക്ഷപ്പെട്ടേ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബന്ധം മുറിക്കുന്നാണ് പറഞ്ഞത്. കുടുംബബന്ധത്തെ മുറിച്ചവനോടുള്ള ബന്ധം റഹ്മാനായ റബ്ബ് മുറിക്കുമെന്ന് കുടുംബബന്ധത്തോട് കൊടുത്ത വസിയത്താണ്. കുടുംബബന്ധത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട്. അതിനെ കുടുംബബന്ധത്തോട് സംസാരിക്കാൻ നമുക്ക് അറിയില്ല. സ്വഹീഹായ ഹദീസിൽ വന്ന സംഭവമാണ്, കുടുംബബന്ധം റബ്ബിനോട് പരാതിപ്പെട്ടു എന്നാണ്. പടച്ചോനെ, ഇന്ന തൊട്ടതിനും പിടിച്ചതിനൊക്കെ ആളുകൾ മുറിക്കുകയാണ്. ചെറിയ ചെറിയ നക്കാപിച്ചന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഞാനാകുന്ന പവിത്രമായ ബന്ധത്തെ അവർ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു മറുപടി കൊടുത്തു, അമാ തർലീന ഇൻ അസ്ലു മൻ വസലകി കുടുംബബന്ധമേ, നിന്നോടുള്ള ബന്ധം ചേർത്തവനോട് ഞാൻ ബന്ധം ചേർക്കുന്നതും നിന്നെ മുറിച്ചവനോടുള്ള ബന്ധം ഞാൻ മുറിച്ചു കളയുന്നതും നിനക്ക് തൃപ്തിയാണെന്ന് വെച്ച്. കുടുംബം എന്ന് പറഞ്ഞാൽ ആ തൃപ്തിയാണ് എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? കുടുംബബന്ധം മുറിച്ചവനോടുള്ള ബന്ധം റഹ്മാനായ റബ്ബ് ഒഴിവാക്കുന്നതാണ്. അല്ലാഹ് നമ്മളെ കൈയൊഴിക്കുന്നതാണ്. എന്തിനാ അതൊക്കെ നമ്മൾ ചെയ്തത്? ദുനിയാവിൽ എന്തൊക്കെയോ ചില സുഖങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഒരു റേഷൻ കാർഡിന്റെ പേര് പറഞ്ഞിട്ടായിരിക്കും, 1 ലക്ഷം രൂപയുടെ കേസ് പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ണടഞ്ഞാൽ ഇവിടെ ടച്ച് പോകാവുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കും ഇതൊക്കെ നടന്നിട്ടുണ്ടാകുക. പക്ഷേ റഹ്മാനായ റബ്ബുമായിട്ടുള്ള ബന്ധമൊക്കെ എവിടം വരെ ആവശ്യമുണ്ട് സുഹൃത്തുക്കളെ?
റബ്ബുമായിട്ടുള്ള ബന്ധം നമുക്ക് എപ്പോഴും ഉണ്ടാകണ്ടല്ലേ? സ്വർഗം കിട്ടിയ പോലെ റബ്ബുമായിട്ടുള്ള ബന്ധം തീരുമോ? ഇല്ലല്ലോ. ആ ബന്ധമാണ് ഇല്ലാതെയാകുന്നത്. അതിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളാൻ. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, കർമ്മങ്ങൾ തടയപ്പെടും. എല്ലാ വ്യാഴാഴ്ചകളിലും തിങ്കളാഴ്ചയും കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. സുഹൃത്തുക്കളെ, തടയപ്പെടുന്നതാണ്. അതിന്റെ ഇറങ്ങി ഹജ്ജ് ഉണ്ടായിട്ടും കാര്യമില്ല. പിന്നല്ലേ താഴത്തേക്ക് അതിന്റെ ഇറങ്ങി ഹജ്ജ് ഉണ്ടായിട്ടും കാര്യമില്ല. അതവിടെ പെൻഡിങ്ങിലാന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തിനാണ് ആ കളിക്ക് നമ്മൾ നിൽക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഅമാല ബനി ആദം തുഅറദു കുല്ല ഖമീസിൻ ലൈലത്തുൽ ജുമുഅ ഫലാ യുഖ്ബലു അമലു ഖാതിഇ റഹിമിൻ. കുടുംബബന്ധം മുറിച്ചവന്റെ അമലുകൾ റഹ്മാനായ റബ്ബ് സ്വീകരിക്കൂല എന്നാണ്. പിന്നെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയുന്നത്, ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ റഹ്മാനായ റബ്ബ് വേഗത്തിൽ നടപ്പാക്കുന്ന കേസാണ്. പറയാനും വാചകടിക്കാനൊക്കെ ഭയങ്കര സുഖമായിരിക്കും, ഡയലോഗ് അടിക്കാനൊക്കെ. ഞാൻ മരിച്ച പോലെ എന്റെ മയ്യത്ത് പോലും എന്നെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയാൻ ഭയങ്കര സംഭവമായിരിക്കും, മാസ് ഡയലോഗൊക്കെ ആയിരിക്കും. കുടുംബത്തിന് വേർപ്പിച്ചും പറയണൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താ നിങ്ങള് പരലോകത്ത് പോയി ഏതൊരുന്നാലും ഉണ്ടാകും. പക്ഷെ ദുനിയാവിൽ തന്നെ എന്താക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജില അല്ലാഹു ലിസാഹിബിഹി അൽഉഖൂബത ഫിദ് ദുനിയാ മഅ മാ യുദ്ഖിറു ലഹു ഫിൽ ആഖിറ മിനൽ ബഗ്യ് വ ഖതിഅത്തു റഹിം. ദുനിയാവിൽ വേഗത്തിൽ ശിക്ഷ നടപ്പാക്കുന്നതും അതിനേക്കാൾ കനമുള്ളത് പരലോകത്തേക്ക് മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട തിന്മകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയ തിന്മയാണ് സഹോദര കുടുംബ ബന്ധത്തെ മുറിക്കുന്ന ഏർപ്പാടെങ്കിൽ നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ നിലപാടുകൾ കൊണ്ട് അതില്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വർഗം കിനാവ് കാണാൻ കഴിയില്ല. എല്ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിമിൻ. കുടുംബബന്ധത്തെ തകർത്തവൻ സ്വർഗത്തിലേക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സഹോദരങ്ങളെ, ആ സ്വർഗത്തിന് മുൻപിൽ നമുക്കൊന്നും തടസ്സമാക്കണ്ട. ഒന്നും തടസ്സമാക്കണ്ട. അവിടെ നമുക്കൊരു ഈഗോ വേണ്ട. ഒന്ന് താഴ്ന്നു കൊടുക്കാനുള്ള മനസ്സ് ഉണ്ടാക്കിക്കളി. നമുക്ക് വേണ്ടതേ സ്വർഗാണ്. അതുകൊണ്ടാണ് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു കൊടുത്തൊരു ഉപദേശം, ഔസാനി, എനിക്ക് എന്റെ റസൂൽ നൽകിയ വസിയത്ത് എന്താണെന്നറിയോ? അൻ അസ്വില റഹിമ വ ഇൻ അദ്ബറ. ഓരൊക്കെ തിരിഞ്ഞു കളഞ്ഞാലും അബൂദർറെ ഈ ചെയ്യാനുള്ള ചെയ്തോട്ടോ എന്നാണ്. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശത്തിൽ സമാനമായ ഉപദേശം നമുക്ക് കാണാൻ കഴിയും. സിൽമൻ ഖതഅക. നിന്നോടുള്ള ബന്ധം വിച്ഛേദിച്ചവനോട് നീ അങ്ങോട്ട് ബന്ധം പിന്നെന്താക്കണം? പിന്നെ പുലർത്തിക്കൊണ്ടിരിക്കണം. വാ ഉത്തിമൻ ഹറമക്ക്. നിനക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിലും എന്റെ അടുത്തുണ്ടോ ഈ അങ്ങോട്ട് കൊടുത്തു എന്നാണ്. വാഇദിൽ അമ്മൻ ദലമക്ക്. നിന്നോട് അക്രമം കാണിച്ചവൻ നീ മെല്ലെ പിന്തിരിഞ്ഞ് കളഞ്ഞാളാ എന്നാണ്. പിന്നെ പറഞ്ഞു വഅഫു അമ്മൻ ദലമക്ക്. നിന്നോട് അവിവേകം കാണിച്ചവനോട് നീ പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതാണ്, മഹബ് കൊടുക്കുന്നതാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ പകയും വിദ്വേഷം കെട്ടിപ്പൂട്ടി വെച്ചതുകൊണ്ട് ഒരു മെച്ചം കിട്ടില്ല. ദുനിയാവിലെ സ്വസ്ഥയും സമാധാനം പോകുന്നു മാത്രമല്ല, ഒരു നന്മ ആ ജീവിതത്തിൽ ഉണ്ടാകൂല. പരലോകത്തതും ഏതായിരുന്നാലും ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് ഈ ജീവിച്ചത്? പിന്നെ എന്തിനാണ് നമ്മൾ ജീവിച്ചത്? അതുകൊണ്ട് ആട്ടിയോടിച്ചു നമ്മുടെ റസൂലിനെ, അല്ലേ? എത്ര വലിയ പ്രയാസങ്ങൾ, ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സഹിക്കേണ്ടി വന്ന ആരെന്നാ സുഹൃത്തുക്കളെ? കുടുംബത്തിന്നല്ലേ? കുടുംബത്തിന്നല്ലേ? എന്നിട്ട് ആ കുടുംബത്തെ മുഴുവൻ ഇങ്ങനെ മക്കം ഫത്തിന്റെ അവിടെ ഇങ്ങനെ കയ്യിലും കിട്ടിയപ്പോ എന്താ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? എണ്ണി എണ്ണി പ്രതികാരം ചോദിക്കാമായിരുന്നു. എണ്ണി എണ്ണി ചോദിക്കാമായിരുന്നാണ്. സ്വന്തം കുട്ടി മരിച്ചപ്പോഴാ താങ്ങി നിർത്തേണ്ട കരങ്ങൾക്ക് പകരം അവിടെ ആക്ഷേപിച്ചത്, മനസ്സിന് ദ്രോഹിക്കുന്ന രൂപത്തിൽ സംസാരിച്ചത്. വല്ലാത്ത നിർഭാഗ്യവാനാണല്ലേ, അനക്ക് കിട്ടിയ ഒരു ആൺകുട്ടിനെ കൂടി പടച്ചും തിരിച്ചെടുത്തൂലേ എന്ന് നോക്കുങ്ങള്. അങ്ങനൊക്കെ ചെയ്തിട്ടും പിന്നെ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ സ്വന്തം മക്കളെ മൊഴി ചൊല്ലി തൊലാക്ക് ചെയ്യിപ്പിച്ചു. കുടുംബത്തിലെ ആളുകളാ സുഹൃത്തുക്കളെ കളിച്ചത്. ഏത് പിതാവിന് സഹിക്കും? സ്വന്തം മക്കളെ, കെട്ടിച്ചയച്ച മക്കളെ പെരയിൽ വന്ന് നിൽക്കുന്ന ഒരു വാപ്പാന്റെ മനസ്സാലിച്ചു നോക്കിങ്ങള്. വാപ്പാരല്ലേ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയോ? ആ പ്രയാസങ്ങളൊക്കെ കുടുംബത്തിൽ നിന്ന് ആ സുഹൃത്തുക്കളെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചത്. എന്നിട്ടെന്തായി? പുറത്തു കൊടുത്തു എന്നാണ്. എന്തിനാന്നറിയാം നിങ്ങള്? സ്വർഗത്തിന് കടക്കാൻ വേണ്ടിട്ട് തന്നെയാണ്. അത് നമ്മുടെ മാതൃക. അതുകൊണ്ടേ ഈ കണ്ണടച്ച് തുറക്കുന്നതോടുകൂടെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന യഥാർത്ഥ ലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അതിന് മുൻപിൽ അവിടെ സ്വസ്ഥയും സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി പിശാച് പല നിലക്കുള്ള ചിന്തകൾ ഇട്ട് തരും. ദയവ് ചെയ്ത് സുഹൃത്തുക്കളെ, പെട്ടുപോയാൽ നമ്മുടെ കാര്യം കഷ്ടമായിരിക്കും. അതുകൊണ്ട് മരണം വരെ കാത്തിരിക്കണ്ട. മരണം വരെ കാത്തിരിക്കണ്ട. പല ആളുകൾ എന്താ അറിയങ്ങള്, ഒന്നും വിട്ടുകൊടുക്കൂല, പൊരുത്തപ്പെടിപ്പിക്കൂല. ഒരു മരിച്ചിട്ട് വന്നിട്ടൊരു മുതലക്കണ്ണീര് ആർക്ക് വേണം സുഹൃത്തുക്കളെ? മരിച്ചു കിടക്കുന്ന ആളുടെ മയ്യത്ത് കാണാൻ കണ്ട വലിയ സംഭവം വന്നിട്ട് എന്ത് കാര്യമുള്ളൂ? ചില വിദ്വാൻമാർ ഒന്നും പറയില്ല എന്നാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് പൊരുത്തപ്പെടി ഒന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ മെഹ്റാബിൽ ഇങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ളവരിങ്ങനെ കുമ്പസാരം. വാപ്പ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുത്തോളിട്ടോളിന്ന്. അത് വാപ്പേ പറയണം.
തിരിഞ്ഞോങ്ങള്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കണ്ണടക്കുന്നതിന് മുൻപ് നമ്മൾ എന്താക്കുക, ആ കാര്യങ്ങളെ കുറിച്ചൊന്ന് ഗൗരവത്തിൽ ശ്രദ്ധിച്ചിട്ട് പരലോകം കിനാവ് കണ്ടിട്ട് ജീവിച്ചാൽ നമുക്ക് നന്ന്. റഹ്മാനായ റബ്ബ് വിശ്വാസികളുടെ ഗുണമായി കൊണ്ട് പറഞ്ഞു, എന്ത്? അല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി യുസൽ, ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ ചേർക്കുന്നവരാണ് അവർ. അതിൽ നമ്മൾ ഉൾപ്പെടണം. അതുകൊണ്ട് നമുക്ക് സ്വർഗം കിട്ടണം. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖും ആസിയും വിശാലതും എല്ലാം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, രോഗം കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കൊണ്ടൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസം മാറ്റി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് കുടുംബത്തിൽ ബറക്കത്തിന് ചൊരിയണമേ റബ്ബേ. കൺകുളിർമയെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ രംഗത്തും അല്ലാഹുവേ നീ ബറക്കത്തിന് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഈ രംഗത്ത് എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുന്നതോടൊപ്പം ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖും മാനസിക വിശാലത ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أجرنا من